എല്ലാവർക്കും നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയാനുള്ളത്. നാളെ കേരളത്തിൽ ഒരു ദേശീയ പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെയൊക്കെ സാധാരണ ജീവിതത്തെ എങ്ങനെയായിരിക്കും ബാധിക്കുക, നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. നിങ്ങൾ അറിയേണ്ട എല്ലാ കാര്യങ്ങളും ഈയൊരു വിശദീകരണത്തിലുണ്ടാകും. ഒറ്റവാക്കിൽ പറഞ്ഞാൽ, നാളെ കേരളം ഒരു തരത്തിൽ സ്തംഭിക്കും. 24 മണിക്കൂറാണ് പണിമുടക്ക്. അപ്പോൾ സ്വാഭാവികമായും ഇത് സംസ്ഥാനത്തുള്ള നമ്മളെല്ലാവരെയും കാര്യമായി തന്നെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നാളത്തെ ഈ ദേശീയ പണിമുടക്ക് എപ്പോഴാണിത് തുടങ്ങുന്നത്? പല തൊഴിലാളി സംഘടനകളും ഒരുമിച്ചാണ് ഈ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. നമുക്കിതിന്റെ സമയം കൃത്യമായിട്ടൊന്ന് നോക്കാം. എപ്പോൾ തുടങ്ങും, എപ്പോൾ തീരും എന്നൊക്കെ. സമയം ഇതാണ്. പണിമുടക്ക് തുടങ്ങുന്നത് ഇന്ന് രാത്രി കൃത്യം 12 മണിക്കാണ്. അതായത് ഫെബ്രുവരി 11 അർദ്ധരാത്രി. എന്നിട്ട് നാളെ ഫെബ്രുവരി 12 അർദ്ധരാത്രി വരെ ഉണ്ടാകും. അപ്പോൾ മൊത്തം 24 മണിക്കൂർ ഒരു ഫുൾ ഡേ പണിമുടക്കായിരിക്കും. ശരി, ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം. സ്തംഭിക്കുന്ന മേഖലകൾ, അതായത് എന്തൊക്കെയാണ് നാളെ അടഞ്ഞുകിടക്കുക, നമ്മുടെ ഡെയിലി ലൈഫിനെ ഇതെങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത് നോക്കാം. ആദ്യമേ പറയാം, യാത്രകൾ വലിയ ബുദ്ധിമുട്ടാവും. KSRTCയോ പ്രൈവറ്റ് ബസ്സുകളോ എന്തിനോ ഓട്ടോ ടാക്സി പോലും നിരത്തിലിറങ്ങാൻ സാധ്യത വളരെ കുറവാണ്. ഇനി ഷോപ്പിങ്ങിന് പോകാമെന്ന് വെച്ചാലോ, കടകളും ഷോപ്പിംഗ് മാളുകളുമൊക്കെ അടഞ്ഞുകിടക്കും. പിന്നെ സർക്കാർ ഓഫീസുകൾ, ബാങ്കുകൾ, ഇൻഷുറൻസ് കമ്പനികൾ ഇതൊന്നും പ്രവർത്തിക്കില്ല. ഇതുമാത്രമല്ല, ഇൻഡസ്ട്രിയൽ, അഗ്രികൾച്ചറൽ സെക്ടറുകളെയും സ്പെഷ്യൽ ഇക്കണോമിക് സോണുകളെയും വരെ ഇത് ബാധിക്കും. ചുരുക്കി പറഞ്ഞാൽ മിക്കവാറും എല്ലാം തന്നെ നിശ്ചലമാകും. അപ്പോൾ എല്ലാം അടഞ്ഞുകിടക്കുമോ? ഇല്ല, കുറച്ച് ആശ്വാസമുണ്ട്. എന്തൊക്കെയാണ് പ്രവർത്തിക്കുക? അതായത് ചില അവശ്യ സർവീസുകളെ പണിമുടക്കിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം. നോക്കൂ, ഒരു വശത്ത് ബസ്സും കടകളും ഓഫീസുകളും ബാങ്കുകളുമൊക്കെ അടഞ്ഞുകിടക്കുമ്പോൾ മറുവശത്ത് നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങൾ മുടങ്ങില്ല. ആശുപത്രികൾ, മെഡിക്കൽ സ്റ്റോറുകൾ അതൊക്കെ തുറന്നു പ്രവർത്തിക്കും. അതുപോലെ തന്നെ പാൽ, പത്രം എന്നിവയുടെ വിതരണവും ഉണ്ടാകും. ഫയർ ആൻഡ് റെസ്ക്യൂ, ആംബുലൻസ് പോലുള്ള എമർജൻസി സർവീസുകൾക്കൊന്നും ഒരു തടസ്സവും ഉണ്ടാകില്ല. അടുത്തത് വിദ്യാർത്ഥികളും ഉദ്യോഗാർത്ഥികളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പരീക്ഷകളും ക്ലാസുകളും. ഇതിൻ്റെയൊക്കെ അവസ്ഥ എന്താകും? നാളത്തെ പണിമുടക്ക് വിദ്യാഭ്യാസ മേഖലയെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന് നോക്കാം. ഇതൊരു പ്രധാനപ്പെട്ട അറിയിപ്പാണ്. നാളെ നടക്കേണ്ടിയിരുന്ന കേരള PSC പരീക്ഷ മാറ്റിവെച്ചിട്ടുണ്ട്. അതേ, PSC പരീക്ഷ മാറ്റിവെച്ചു. പരീക്ഷ എഴുതാൻ തയ്യാറെടുത്തിരുന്നവർ തീർച്ചയായും ഇത് ശ്രദ്ധിക്കണം. മാറ്റിവെച്ച പരീക്ഷ ഏതാണെന്ന് വെച്ചാൽ ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് ഡിപ്പാർട്ട്മെന്റിലെ ജൂനിയർ ഇൻസ്ട്രക്ടർ പോസ്റ്റിലേക്കുള്ളതാണ്. പഴയ തീയതി നാളെയായിരുന്നു, ഫെബ്രുവരി 12. പുതിയ തീയതി ഫെബ്രുവരി 21. ഈ പുതിയ ഡേറ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. PSCയിൽ നിന്ന് ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് കൂടിയുണ്ട്. ഉദ്യോഗാർത്ഥികൾ ഇതിനോടകം ഡൗൺലോഡ് ചെയ്ത അഡ്മിഷൻ ടിക്കറ്റുമായി ഹാജരാകണം. അതായത് നിങ്ങൾ പുതിയൊരു ഹാൾ ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. പരീക്ഷാ കേന്ദ്രത്തിലോ സമയത്തിലോ ഒരു മാറ്റവുമില്ല. അതുകൊണ്ട് കയ്യിലുള്ള അതേ അഡ്മിഷൻ ടിക്കറ്റുമായി ഫെബ്രുവരി 21 പരീക്ഷയ്ക്ക് പോയാൽ മതി. ഇത് മറക്കരുത്. അപ്പോൾ PSC പരീക്ഷയുടെ കാര്യമൊക്കെ. ഇനി സ്കൂളുകളുടെയും കോളേജുകളുടെയും കാര്യമോ? ഇവിടെ ഒരു ചെറിയ കൺഫ്യൂഷൻ വരാം. കാരണം സർക്കാർ ഔദ്യോഗികമായി അവധിയൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ പ്രധാനപ്പെട്ട അധ്യാപക സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളുമൊക്കെ പണിമുടക്കിന് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായി കുട്ടികൾക്കും ടീച്ചർമാർക്കും വരാൻ ബസ് വേണ്ടേ? യാത്രാ സൗകര്യമില്ലാത്തതുകൊണ്ട് മിക്കവാറും എല്ലാ സ്കൂളുകളും കോളേജുകളും നാളെ അടഞ്ഞുകിടക്കാൻ തന്നെയാണ് സാധ്യത. ശരി, അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ പെട്ടെന്നൊന്ന് ഓർത്തെടുക്കാം. ഓർമ്മിക്കേണ്ട കാര്യങ്ങൾ, അതായത് കീ ഇൻഫർമേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾക്ക് നാളത്തെ ദിവസം പ്ലാൻ ചെയ്യാൻ വേണ്ടി ഒരു 4 പോയിന്റ് ചെക്ക് ലിസ്റ്റ്. ഒന്നാമത്തെ കാര്യം, ഇത് 24 മണിക്കൂർ നീളുന്ന പണിമുടക്കാണ്. ഇന്ന് രാത്രി തുടങ്ങി നാളെ രാത്രി വരെ. 2, ബസ്സോ ടാക്സിയോ ഒന്നും പ്രതീക്ഷിക്കേണ്ട, പൊതുഗതാഗതം ഉണ്ടാകില്ല. 3, ടെൻഷൻ അടിക്കേണ്ട, ആശുപത്രി, മെഡിക്കൽ സ്റ്റോർ പോലുള്ള അത്യാവശ്യ സേവനങ്ങളെല്ലാം ഉണ്ടാകും. 4ാമത്തേതും പ്രധാനപ്പെട്ടതുമായ കാര്യം, PSC പരീക്ഷ ഫെബ്രുവരി 21 മാറ്റിയിട്ടുണ്ട്. കയ്യിലുള്ള അതേ ഹോൾ ടിക്കറ്റ് മതി. ഈ 4 കാര്യങ്ങൾ ഓർത്തുവെച്ചാൽ മതി. അപ്പോൾ ഈ വിവരങ്ങളെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് നിങ്ങളുടെ കൂട്ടുകാർക്കും വീട്ടുകാർക്കുമൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്തു കൊടുക്കണം. എല്ലാവരും നേരത്തെ തന്നെ കാര്യങ്ങൾ അറിഞ്ഞ് പ്ലാൻ